ലോക്സഭാ തെരഞ്ഞെടുപ്പ് വാതിൽക്കലെത്തി നിൽക്കുമ്പോൾ തലസ്ഥാനത്തെ പ്രചാരണ പരിപാടികൾക്ക് അല്പം ചൂട് കൂടുതലാണ്. രാജീവ് ചന്ദ്രശേഖറും അനുയായികളും പണം കൊടുത്ത് വോട്ട് പിടിക്കുകയാണെന്ന് ശശി തരൂർ പറഞ്ഞത് പിൻവലിച്ച് മാപ്പ് പറഞ്ഞില്ലെങ്കിൽ തരൂരിനെതിരെ നിയമ നടപടിയെന്ന് ഭീഷണിയുമായി രാജീവ് ചന്ദ്രശേഖർ. രാജീവ് കേന്ദ്രമന്ത്രി പദം ദുരുപയോഗം ചെയ്യുകയാണ് എന്ന് തരൂരും ഒപ്പം LDF സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രനും പറഞ്ഞു. തരൂർ പാഴാക്കിയ വികസന വർഷങ്ങളെപ്പറ്റി സംവാദത്തിന് തയ്യാറുണ്ടോ എന്നുള്ള രാജീവിന്റെ ചോദ്യത്തിന് സംവാദത്തിന് തയ്യാറാണ്, പക്ഷേ നിബന്ധനകളുണ്ടെന്നും വികസനത്തോടൊപ്പം രാഷ്ട്രീയം പറയണമെന്നും തൊഴിലില്ലായ്മയെക്കുറിച്ചും അഴിമതിയെക്കുറിച്ചും വർഗീയതയെക്കുറിച്ചും BJPയുടെ 10 വർഷത്തെ വെറുപ്പിന്റെ രാഷ്ട്രീയത്തെക്കുറിച്ചും പറയണം തുടങ്ങിയ നീണ്ട അജണ്ടയാണ് തരൂർ രാജീവിന് മുമ്പിൽ ഉയർത്തിയിരിക്കുന്നത്. ഇതോടെ തരൂർ ഒളിച്ചോടുകയാണെന്ന് രാജീവ് ചന്ദ്രശേഖറും ആരാണ് ഒളിച്ചോടുന്നതെന്ന് ജനത്തിനറിയാമെന്നും തരൂർ. സംവാദം നടന്നാലും ഇല്ലെങ്കിലും പ്രചാരണം ചൂടുപിടിച്ച് മുന്നേറുകയാണ്. ആരാധനയുടെ മാന്ത്രിക വടി വീശി തരൂരിനെ തങ്ങളുടെ അഭിമാനമായി തിരുവനന്തപുരത്തെ വോട്ടർമാർ ഒരിക്കൽ കൂടി എടുത്തുയർത്തുമെന്ന് ഉറപ്പാണ്. കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറിന് വേണ്ടി കാടിളക്കിയാണ് BJPയുടെ പ്രചാരണം. LDF സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രന് വോട്ടുറപ്പിക്കാൻ അവരും മണ്ഡലത്തിന്റെ മുക്കുമൂലയും അരിച്ചു പെറുക്കുന്നുണ്ട്. പ്രാദേശിക പ്രശ്നങ്ങൾക്ക് പ്രചാരണ വേദികളിൽ പ്രതീക്ഷിച്ച അത്ര ആക്കം പോരാ. വികസന പ്രശ്നങ്ങളും കേന്ദ്ര സർക്കാർ പദ്ധതികളുമാണ് കോൺഗ്രസിന്റെ ആയുധം. തിരുവനന്തപുരത്ത് നിന്നും തുടർച്ചയായി 3ാം തവണ പാർലമെന്റിലെത്തിയ തരൂരിനെ ഇവിടുത്തെ വോട്ടർമാർ ഒരിക്കൽ കൂടി എടുത്തുയർത്തുമെന്ന കാര്യം ഏതാണ്ട് ഉറപ്പാണ്. മുൻപ് തരൂരിനെ പിന്തുണച്ചിരുന്ന വാണിജ്യ വ്യവസായ രംഗത്തെയും മറ്റു മേഖലകളിലെയും മേൽത്തട്ടുകാരിൽ ഒരു വിഭാഗം പല കാരണങ്ങളാൽ തങ്ങളുടെ പിന്നാലെയാണെന്ന് BJP കരുതുന്നു. ആദ്യവരവിൽ തരൂരിനെ അവതരിപ്പിച്ച മുൻ അംബാസഡർ TP ശ്രീനിവാസൻ ഇന്ന് രാജീവിന്റെ പ്രചാരണത്തിൽ ആശീർവദിച്ച് മുന്നിലുണ്ട്. ഈ വിഭാഗത്തിലെ ചോർച്ച തരൂരും മനസ്സിലാക്കുന്നുണ്ട്. എങ്കിലും തരൂർ തങ്ങളുടെ MP ആണെന്ന് പറയുന്നതിൽ അഭിമാനം കൊള്ളുന്ന ചെറുപ്പക്കാർ ഒപ്പമുണ്ടെങ്കിൽ പേടിക്കാനില്ലെന്ന് തരൂരും കരുതുന്നു.